ഓക്കെ, നോക്കി. അപ്പം നമ്മുടെ മുന്നിലുള്ള ചോദ്യം എന്താണ്? 1, 2, 3. ഇതാണ് സന്തോഷിച്ചാനേ. ഓക്കെ, അപ്പം നോക്കി, ഇവരെ രണ്ടുപേരെ എന്ത് ചെയ്തു? ദൈവം തിരഞ്ഞെടുത്തില്ല. ഇവരെ എന്ത് ചെയ്തു? സന്തോഷിച്ചാൻ എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. അതുകൊണ്ട് തന്നെ ദൈവനീതിയുടെ മുന്നിൽ ചെന്നപ്പം സന്തോഷിച്ചാൻ്റെ പേജ് ഓപ്പൺ ചെയ്തപ്പോൾ എന്ത് മനസ്സിലായി? സന്തോഷിച്ചാൻ്റെ പെനാലിറ്റി ക്രൂശിൽ ഓൾറെഡി ദൈവം കൊടുത്തു. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്? എന്താ ഇതിന് പറയുന്നേ? ഒരു ബൈബിൾ മൊത്തം കീറിയോ? ഇതിന് പറയുന്ന പേരാണ് എന്ത്? ഇതിൻ്റെ പേരാണ് അറ്റോൺമെൻ്റ് എന്ന് പറയുന്നത്. ഇതിനെ രണ്ട് രീതിയിൽ നമ്മൾ പറയും. ഒന്ന് പ്രൊപ്പിസിയേഷൻ എന്ന് പറയും, 2 അറ്റോൺമെൻ്റ് എന്നും പറയും. പ്രൊപ്പിസിയേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു സ്പെസിഫിക് ടൈമാണ്. അതായത് ക്രൂശിൽ യേശു കർത്താവ് നമുക്ക് വേണ്ടി യാഗമായില്ലേ? ആ യാഗമായില്ലേ, ആ പകരമായ പ്രോസസ്സിനെ സ്പെസിഫിക് ആയിട്ട് പറയുന്ന വാക്കാണ് എന്ത്? പ്രൊപ്പിസിയേഷൻ എന്ന് പറയുന്നത്. അറ്റോൺമെൻ്റ് എന്ന് പറഞ്ഞാൽ ആ ഹോൾ പിക്ചറിനെ പറയുന്ന പേരാണ് എന്ത്? അറ്റോൺമെൻ്റ്. അതായത് നമ്മുടെ പാപങ്ങളെ യേശു കർത്താവ്, നമ്മുടെ പാപങ്ങളുടെ പെനാലിറ്റി യേശു കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി എടുത്ത പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? അറ്റോൺമെൻ്റ് എന്നാണ് പറയുന്നത്. അപ്പം സന്തോഷിച്ചാനെ വിളിച്ചപ്പം സന്തോഷിച്ചാൻ്റെ ഫയൽ ഓപ്പൺ ചെയ്തപ്പോൾ സന്തോഷിച്ചാൻ്റെ പെനാലിറ്റി ഓൾറെഡി പെയ്ഡായിട്ട് കണ്ടത് എന്തുകൊണ്ടാണ്? അറ്റോൺമെൻറ്റ് നടന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ അറ്റോൺമെൻറ്റിനെ പറ്റിയിട്ട് പ്രധാനമായിട്ടും 2 വാദങ്ങളാണുള്ളത്. എഗെയിൻ 2 വാദങ്ങളിലേക്ക് നമ്മൾ വരുന്നു. ഓക്കെ, ഒന്ന് എന്താണ്? ലിമിറ്റഡ്. സനോയൊക്കെ എല്ലാം പഠിച്ചു വെച്ചേക്കാണേ. ഒന്ന് എന്താണ്? ലിമിറ്റഡ് അറ്റോൺമെൻറ്റ്. 2 എന്താണ്? യൂണിവേഴ്സൽ അറ്റോൺമെൻറ്റ്. അപ്പം ലിമിറ്റഡ് അറ്റോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അച്ഛൻ പുളിയാ. അപ്പം ലിമിറ്റഡ് അറ്റോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം കുറച്ചു പേർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് എന്ത് ചെയ്തത്? ക്രൂശിൽ മരിച്ചത്. യൂണിവേഴ്സൽ അറ്റോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സകല ലോകത്തിനും ഉള്ള മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ദൈവം മരിച്ചതെന്ന് പറയുന്നു. ഓക്കെ, നിങ്ങൾ പറ, ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള, ബിബ്ലിക്കലി ശരിയായിട്ടുള്ള അറ്റോൺമെൻറ്റ്? ഇപ്പോൾ റിജു പറഞ്ഞ പോയിന്റ് വെച്ച് നോക്കുവാണെങ്കിൽ അത് പോയി ഇവിടുന്ന്. ഓക്കെ, ഇവർക്കും ഇത് സന്തോഷിച്ചാൻ ഇവർക്കും വേണ്ടിയിട്ടല്ലേ കർത്താവ് മരിച്ചതെന്ന് പറയുമ്പം റിജു പറയുന്നത് ഏത് അറ്റോൺമെൻ്റ് ആണ്? യൂണിവേഴ്സൽ അറ്റോൺമെൻ്റ് ആണ്. റിജു ഈ പറഞ്ഞ സാധനം എന്തിൻ്റെ അണ്ടറിൽ വരും? യൂണിവേഴ്സൽ അറ്റോൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരും. മറ്റുള്ളവർ പറയുന്ന ഒരു സാധനം എന്താണ്? ലിമിറ്റഡ് ആണ്, എല്ലാവർക്കും വേണ്ടിയിട്ടല്ല കർത്താവ് എന്ത് ചെയ്തത്? മരിച്ചതെന്ന് പറയുന്നത്. നിങ്ങൾ ഇതിനകത്തിൽ ഏതാണ് ശരിയെന്ന് പറ? ലിമിറ്റഡ്, അതായത് എല്ലാവർക്കും വേണ്ടിയിട്ടല്ല. എന്ത് ക്രൂരയാണേ. സനോയ്ക്ക് എന്നാ തോന്നുന്നേ? പോകുന്നതെന്ന് മനസ്സിലായോ? ഇറ്റ്സ് ഓൾറെഡി ഡൺ. പക്ഷേ ഓക്കെ, ഇനി ഞാൻ ഒരു പ്രശ്നം പറയാം. ആദ്യം ഞാൻ യൂണിവേഴ്സൽ അറ്റോൺമെന്റ് എടുക്കാം. ബിക്കോസ് ദിസ് ലുക്സ് മോർ, ഞാൻ പറഞ്ഞില്ലേ, ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട് ദൈവത്തിനെ എപ്പോഴും മാന്യനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നിർത്തണം. നമ്മുടെ പണി അല്ലത്. ഇപ്പം ഞാൻ പറയട്ടെ, എന്തുകൊണ്ടാണ് മിസ്രയീമിൽ നിന്ന് വിട്ടുകൊടുക്കാൻ തിരുന്നപ്പം അല്ലേ 5 പ്രാവശ്യം അവിടെ എഴുതിയിരിക്കുന്ന ബറവോന്റെ ഹൃദയത്തെ ആര് കഠിനമാക്കി? ദൈവം കഠിനമാക്കിയെന്നാ പറയുന്നത്. എന്തിനാ ദൈവം അത് ചെയ്തേ? ദൈവം ക്രൂരനായതുകൊണ്ടാണോ? ഏതെങ്കിലും കണ്ടീഷണൽ വാദികൾക്ക് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? നമുക്ക് പറ്റും. അൺകണ്ടീഷണൽ വാദികൾക്ക് ഈസിയാണ്. നമുക്ക് ഒറ്റ വാക്യമുള്ളൂ, ദൈവത്തിന് കരുണ തോന്നുന്നവന് കരുണ തോന്നുന്നു. ഏതെങ്കിലും കണ്ടീഷണൽ വാദികൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് ബറവോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഹൃദയം കഠിനമായപ്പം ഇന്നലെ കൂടെ ജനിച്ച ആദ്യജാതനെ ഉൾപ്പെടെ പിഞ്ചു കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ കൊന്നു കളഞ്ഞ് എന്തിന്? ഏതെങ്കിലും കണ്ടീഷണൽ വാദികൾക്ക് ഉത്തരം പറയാൻ പറ്റൂ? അപ്പോൾ നമ്മുടെ പണി കർത്താവിൻ്റെ നീതി എക്സ്പ്ലെയിൻ ചെയ്യാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷാദൂത് അറിയിക്കാനാണ് നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നത്? വിളിച്ചിരിക്കുന്നത്. സാൽവേഷനെ പറ്റി ചോദിക്കൂ. എല്ലാ മനുഷ്യനും, ഇഫ് യു ആർ ട്രൂലി സാൽവേഷൻ റിസീവ് ചെയ്ത ആളാണെങ്കിൽ സാൽവേഷനെ പറ്റി ചോദിക്കുക. ഇൻ ആൻഡ് ഔട്ട് ഒരു മനുഷ്യന് പറഞ്ഞ് ഏൽപ്പിക്കാൻ പറ്റും. ബിക്കോസ് മനുഷ്യനെയാണ് ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്? ദൂതനെ അത് ഏൽപ്പിക്കാത്ത. ബിക്കോസ് അവനെ ദൈവം വീണ്ടെടുത്തിട്ടില്ല, അവനത് പറയാനുള്ള റൈറ്റ് ഇല്ല. ദൈവത്തിൻ്റെ ഭൂമിയും ആകാശവും ഉണ്ടാക്കുന്നതിന് മുമ്പ് ദൈവം എന്ത് ചെയ്യുമായിരുന്നു?
എനിക്കറിയത്തില്ല. എന്നോട് പറയാത്ത കാര്യങ്ങൾ പറയാനല്ല നമ്മളെ ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്, വിളിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ദൈവത്തെ എന്ത് ചെയ്യണ്ട? നമ്മൾ ദൈവത്തെ മാന്യനാക്കാനോ ഡിഫൈൻ ചെയ്യാനോ ഒന്നും നമ്മൾ പോകണം. നമുക്കൊന്നറിയാം, നീതിമാനായ ദൈവമാണ്. ദൈവം ചെയ്യുന്നതിനകത്തെല്ലാം ഒരു നീതിയുണ്ട്. അതൊരു പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ലെങ്കിലും ഞാൻ ഗ്ലോറിഫൈഡ് ആകുമ്പോൾ എനിക്കെല്ലാം എന്ത് ചെയ്യും, മനസ്സിലാകും. അത്രയും മാത്രം ബി അഷ്വേർഡ്. നമ്മൾ അത് നോക്കിയാൽ മതി. നമ്മൾ അതിന് ബിയോണ്ടായിട്ട് പോയിട്ടോ എല്ലാം ഇറ്റ്സ് നോട്ട് എക്സ്പ്ലെയിനബിൾ. മനസ്സിലായോ? അപ്പം നോക്കിയേ, ഇവർ പറയുന്ന ഒരു വാദം എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ദൈവം മരിച്ചത്. അപ്പോൾ അഗൈൻ ഇറ്റ് കംസ് ബാക്ക് ടു എന്ത് കണ്ടീഷനിലോട്ട്. എല്ലാവർക്കും വേണ്ടി മരിച്ചു, പക്ഷേ ആരൊക്കെ വിശ്വസിക്കുന്നുണ്ടോ അവർക്ക് എന്ത് ചെയ്യും, അത് രക്ഷയായിട്ട് വരും. അല്ലേ? സൗണ്ട്സ് വെരി നൈസ് അല്ലേ? സൗണ്ട്സ് വെരി നൈസ് അല്ലേ? പക്ഷേ ഇതിൻ്റെ അകത്തൊരു പ്രശ്നം എവിടെ വരുന്നതെന്നറിയാമോ? സനോയി നീതീകരിക്കപ്പെട്ട എവിടാ? ആണല്ലോ. അപ്പോൾ ക്രൂശിൽ കർത്താവ് മരിച്ചപ്പം സനോയി എവിടെ ഉണ്ടായിരുന്നു? കർത്താവ് മരിച്ചപ്പം സനോയി എന്ത് ചെയ്തു? മരിച്ചു. കർത്താവ് ഉയർത്തപ്പം കർത്താവിനെ ആരാ ഉയർപ്പിച്ചത്? ദൈവം. കർത്താവിന് സ്വയമേ ഉയർക്കാമായിരുന്നു. പക്ഷെ അതിൻ്റെ അകത്തെ പ്രശ്നം എന്താണെന്നറിയാവോ? അത് നിങ്ങൾക്കറിയാവോ? യേശു ദൈവമല്ലേ, യേശുവിന് സ്വയം ഉയർക്കാൻ പറ്റത്തില്ലേ? അല്ലേ? പക്ഷെ എന്താ പ്രശ്നം എന്നറിയാവോ? നമ്മൾ പ്രീ എറ്റേണൽ കൗൺസിൽ പഠിച്ച് ഓർമ്മയുണ്ടോ? ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞായിരുന്നു 3 പേരും റോള് ഡിഫൈൻ ചെയ്ത് ഓർക്കുന്നുണ്ടോ? അതിൽ പിതാവ് ഇതിൻ്റെ മാസ്റ്റർ പ്ലാൻ എല്ലാം ഏറ്റെടുത്തു എന്ന് പറഞ്ഞില്ലേ? അപ്പം ഇതെന്താ സംഭവിക്കുന്ന? ഒരു യാഗം നടക്കുമല്ലേ? അപ്പം യാഗത്തിൽ ദൈവം എന്ത് ചെയ്യുകയാണ്? യാഗം നോക്കുമ്പം മഹാപുരോഹിതൻ വന്ന് യാഗം കഴിക്കുമ്പം യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ലെങ്കിൽ മഹാപുരോഹിതൻ എന്ത് ചെയ്യുക? മരിച്ചു വീഴുക. യാഗം പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ മഹാപുരോഹിതൻ എന്ത് ചെയ്യത്തുള്ളൂ? ജീവനോടെ പുറത്തു വരത്തുള്ളൂ. അതുകൊണ്ട് മഹാപാവ യോം ഖീപൂറിൻ്റെ അന്ന് ഇയാൾ അകത്ത് പോകുമ്പം കാലയിൽ ഒരു ചങ്ങല ഇട്ടിട്ടാണ് കയറിപ്പോകുന്നത്. എന്തിന്? വേറെ ആർക്കും ഇവിടെ കയറാൻ പറ്റത്തില്ല, അതിവിശ്വസത്ത് പറ്റും. അപ്പോൾ ഇനി അഥവാ മരിച്ചു പോയാൽ ഈ ചങ്ങലയെ വലിച്ച് എന്ത് ചെയ്യാം? ബോഡി പുറത്തെടുക്കാം. അപ്പം യേശു കർത്താവ് ക്രൂശി ചെയ്തത് എന്താ? ഒരു മഹാപാവപരിഹാര യാഗം ഇവിടെ നടക്കുകയാണ്. എന്ത്? നമ്മുടെ എല്ലാം. അപ്പം യേശു കർത്താവിൻ്റെ റോൾ അവിടുത്തെ എന്താ? നമ്മൾ പറഞ്ഞായിരുന്നു എന്തായിരുന്നു എടുത്ത്? നമ്മുടെ മീഡിയേറ്റർ അല്ലേ? അപ്പോൾ യേശു കർത്താവാണ് അവിടുത്തെ ആര്? പുരോഹിതൻ. യേശു കർത്താവ് ഇവിടെ ചെയ്യുമ്പോൾ യേശു കർത്താവിൻ്റെ റോൾ എന്താ? മഹാപുരോഹിതൻ്റെ റോള് ചെയ്യുക. അപ്പം മഹാപുരോഹിതൻ സ്വയമേ അങ്ങ് ഡിസൈഡ് ചെയ്യുക അല്ല, യാഗം സെറ്റായി ഓക്കെ എന്ന്. ഡിസൈഡ് ചെയ്യേണ്ടത് ആരാ? ദൈവമാണ്. അപ്പം ഇവിടെ യേശുവിൻ്റെ റോള് മഹാപുരോഹിതൻ്റെ റോൾ ആയതുകൊണ്ട് തന്നെ യേശു കർത്താവിനെ ആരുയർപ്പിക്കണം? യാഗത്തിൽ പ്രസാദിക്കുകയാണെങ്കിൽ പിതാവായ ദൈവം എന്ത് ചെയ്യണം? യേശു കർത്താവിനെ ഉയർപ്പിക്കണം. അങ്ങനെയാണ് അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ നമ്മൾ പഠിച്ചില്ലേ? റോമാലേഖനത്തിൽ നമ്മൾ പഠിച്ചത് വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് കർത്താവ് അവനെ ഉയർപ്പിച്ചത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഡൗട്ടും വേണ്ട. വിശുദ്ധിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഉയർപ്പ് നടക്കത്തില്ലായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പം സനോയി ഓക്കെ, യേശു കർത്താവിനെ എന്ത് ചെയ്തു? പിതാവ് ഉയർപ്പിച്ചു. കൂടെ ആര് മരിച്ചായിരുന്നു? സനോയി ആര് ഉയർപ്പിച്ചു? യേശു കർത്താവ് ഉയർപ്പിച്ചു. ഓക്കെ. അപ്പോൾ യേശു കർത്താവിൻ്റെ കൂടെ സനോയി മരിച്ചപ്പോൾ യേശു കർത്താവ് ഉയർത്തിയിട്ട് എന്ത് ചെയ്തു? സനോയെയും കൂടെ ഉയർപ്പിച്ചിട്ട് പറഞ്ഞു, കാര്യം ഇനിയും ഉയർപ്പിക്കാം, പിതാവിനോട് പറയാം, ഇവൻ്റെ പെനാൽറ്റി ഞാനിപ്പോൾ എന്ത് ചെയ്തു? പേ ചെയ്തു എന്ന് പറയാം. ഓക്കെ. അപ്പം യൂണിവേഴ്സലിസ്റ്റ് പറയുന്ന അനുസരിച്ചിട്ട് ലോകത്തുള്ള എല്ലാ മനുഷ്യരും കർത്താവ് മരിച്ചപ്പോൾ എവിടെ മരിക്കണം? ക്രൂശിൽ മരിക്കണം. അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്തെന്നറിയാമോ? സനോയി എൻ്റെ കയ്യിൽ നിന്ന് 1000 രൂപ കടം വാങ്ങിച്ചു. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടത്തില്ല. സനോയി എൻ്റെ കയ്യിൽ നിന്ന് 1000 രൂപ കടം വാങ്ങിച്ചു. എന്നിട്ട് സനോയി തിരിച്ചു തരാതെ അങ്ങ് മുങ്ങി. അപ്പം ഞാൻ കൊണ്ട് എന്ത് ചെയ്തു? കോടതിയിൽ കേസ് കൊടുത്തു. സനോയി എനിക്ക് 1000 രൂപ തരാനുണ്ടെന്ന് പറഞ്ഞു. സനോയിക്ക് 1000 രൂപ ഇസ് എ ഹ്യൂജ്. നിങ്ങളങ്ങ് വിചാരിക്കും പോട്ടെ, ഒരു $1 ബില്യൺ നോക്കില്ല, നിങ്ങൾക്ക് അതിൻ്റെ സീരിയസ്നെസ് കിട്ടത്തില്ല. $1 ബില്യൺ സനോയി എന്തുണ്ട്? എനിക്ക് തരാൻ ഉണ്ട്. സനോയി എന്നിട്ട് മുങ്ങി. സനോയി എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ സനോയ്ക്കെതിരെ ഞാൻ കേസ് കൊടുത്ത് കേസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ തമ്പിയെങ്കിൽ വന്നിട്ട് $1 ബില്യൺ എനിക്ക് എന്ത് ചെയ്തു? തന്നു. സനോയിയുടെ പെനാൽറ്റി എല്ലാം എന്ത് ചെയ്തു? സെറ്റിൽ ചെയ്തു. സനോയി ഇത് എന്ത് ചെയ്തിട്ടില്ല? കാരണം സനോയി ഒളിവില്ല. സനോയ്ക്ക് ഇത് അറിയത്തില്ല, തമ്പിയങ്ങൾ കൊടുത്തു എന്നറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം സനോയി അങ്ങ് പോലീസ് പിടിച്ച് കോടതിയുടെ ഫ്രണ്ടിൽ കൊണ്ടുവരുമ്പം കേസ് ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ സനോയിയെ ശിക്ഷിക്കാൻ പറ്റുമോ? എന്തുകൊണ്ട് പറ്റത്തില്ല? ഓൾറെഡി പെയ്ഡ് ആണെങ്കിൽ
സനോയി അറിഞ്ഞില്ല എന്നുള്ള കാരണം എന്തല്ല, ബാധകമല്ല. സനോയി അറിഞ്ഞില്ലയോ എന്നുള്ളത് ഇവിടുത്തെ ബാധകമല്ല. ഓൾറെഡി ഫയലിലെ സാധനം പെയ്ഡ് ആണെങ്കിൽ എന്താണ്, പെയ്ഡാണ് അല്ലേ? അപ്പം ഇവിടെ യേശു കർത്താവിൻ്റെ കൂടെ മരിച്ച ഒരാൾ, യേശു കർത്താവിൻ്റെ കൂടെ ഉയർത്ത ഒരാൾ, അവൻ ഇനി സ്വീകരിച്ചില്ല എന്നുള്ള കാരണം കൊണ്ട് അവനെ എങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്നേ? അവൻ മുൻ നിർണയിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നെങ്കിൽ ഇവിടെ കർത്താവിൻ്റെ കൂടെ മരിച്ച ഒരുത്തൻ്റെ പെനാൽറ്റി എല്ലാം ഇവിടെ എന്ത് ചെയ്തു? പെയ്ഡായി കഴിഞ്ഞു. അപ്പം യൂണിവേഴ്സൽ ഇവർ പറയുന്ന അനുസരിച്ചിട്ടാണെങ്കിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരും മരിച്ചെങ്കിൽ എല്ലാവരുടെയും പെനാൽറ്റി പെയ്ഡായി. അവർ സ്വീകരിച്ചോ അറിഞ്ഞോ ഇല്ലയോ എന്നുള്ള കാരണം കൊണ്ട് ദൈവത്തിന് എങ്ങനെ അവരെ ശിക്ഷിക്കാൻ പറ്റുന്നേ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതായത് യൂണിവേഴ്സലിസ്റ്റ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ക്രൂഷ്യൽ ദൈവം എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നാണ് പറയുന്നത്. ഭൂമിയിൽ ഏതൊക്കെ മനുഷ്യൻ ആദാം മുതൽ അവസാനം വരെ ജനിക്കുമോ അവർക്ക് വേണ്ടി എല്ലാം കർത്താവ് ക്രൂശി മരിച്ചു എന്നാണ് പറയുന്നത് യൂണിവേഴ്സലുകാർ പറയുന്നത്. ഉണ്ട്, നമ്മൾ അതിലോട്ട് വരും. ആ വാക്യം എല്ലാം എടുക്കും നമ്മൾ. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇത് മനസ്സിലാക്കൂ, നമ്മൾ അതിലോട്ട് വരും. ഇതിൻ്റെ പ്രോബ്ലം മനസ്സിലാക്കും. ഓക്കെ, അങ്ങനെ മരിച്ചാൽ ആ പ്രോബ്ലം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ആ വാക്യത്തിലേക്ക് നമുക്ക് വരാം. ഇങ്ങനെ സംഭവിച്ചാലുള്ള പ്രോബ്ലം എന്താണ്? ഒരു മനുഷ്യനെ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ശിക്ഷിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സലുകാരുടെ വാദം അനുസരിച്ച് ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യരും എന്ത് ചെയ്യണം? നീതീകരിക്കപ്പെടണം. ബിക്കോസ് ക്രൂശി ദൈവം മരിച്ചത് അവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഫോർ ഷുവർ അവരെ ശിക്ഷ വിധിക്കാൻ എന്ത് ചെയ്യത്തില്ല? പറ്റത്തില്ല. ബിക്കോസ് അവരുടെ ശിക്ഷ ഓൾറെഡി പെയ്ഡ് ആണ്. അത് അവരറിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുന്നത്? ഞാൻ അറിഞ്ഞില്ല എന്നുള്ളത് പോയിന്റ് അല്ല. മനസ്സിലായോ? അപ്പം നമുക്ക് ഇതിനകത്ത് എന്തുണ്ട്? ഒരു പ്രോബ്ലം ഉണ്ട്. അതിലേക്ക് നമ്മൾ വരും. യെസ്. അപ്പോൾ ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം. അപ്പം നോക്കിയേ, ഇതിൻ്റെ അകത്തിലൊരു പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായോ? യൂണിവേഴ്സൽ പറയുന്ന പോലെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, ഭൂമിയിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ദൈവം യൂണിവേഴ്സലി എല്ലാവർക്കും വേണ്ടിയിട്ടാണ് മരിച്ചതെങ്കിൽ ഒരു മനുഷ്യനെയും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ശിക്ഷിക്കാൻ പറ്റത്തില്ല, ശിക്ഷ വിധിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനും എന്ത് ചെയ്യത്തില്ല? നീതീകരിക്കപ്പെടാതിരിക്കുന്നില്ല. ബിക്കോസ് എല്ലാവർക്കും വേണ്ടി മരിച്ചെങ്കിൽ നീതീകരണം ഇവിടെ സംഭവിച്ചു. ഭൂമിയിലുള്ള സകല മനുഷ്യരുടെ നീതീകരണം സംഭവിച്ചു കഴിഞ്ഞു. ദൈവം നീതീകരിച്ചതിനെ ആർ കുറ്റം വിധിക്കും? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനെയും കുറ്റം വിധിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ സുവിശേഷത്തിൻ്റെ ആവശ്യമേ വരുന്നില്ല. ബിക്കോസ് എല്ലാവർക്കും വേണ്ടി എല്ലാം പെയ്ഡ് ആണ്. യു ആർ ഡൺ. നാളെ തൊട്ട് നമ്മൾ തോന്നിയ പോലെ ജീവിക്കൂ. ഡൺ, ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി പെയ്ഡ് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനും നമുക്കൊന്നറിയാം, വിശ്വാസത്താൽ യേശുവിനെ ഏറ്റു പറയാതെ ആർക്കും എന്ത് കിട്ടുന്നില്ല? രക്ഷ കിട്ടുന്നില്ല. അപ്പം നമുക്ക് എന്തോരം പേരെ അറിയാം, മരിക്കുന്നതിൻ്റെ പിറ്റേ ദിവസവും എന്താ പറയുക, ഏത്തിയിസ്റ്റായിട്ട് നിന്ന് കർത്താവിനെ അതിഹീനമായി അധിക്ഷേപിച്ചിട്ട് മരിച്ച എത്ര പേരെ നമുക്കറിയാം. പക്ഷെ അവരെ കുറ്റം വിധിക്കാൻ പറ്റത്തില്ല. വൈ? ബിക്കോസ് നീതീകരണം അവരുടെ കഴിഞ്ഞു. ബൈബിൾ പറയുന്നേ ദൈവം നീതീകരിച്ചതിനെ ആർ കുറ്റം വിധിക്കും. അപ്പം നീതീകരണം അവരുടെ കഴിഞ്ഞെങ്കിൽ അവരെ കുറ്റം വിധിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്കറിയാം അവരെ ദൈവം കുറ്റം വിധിക്കും. അതുകൊണ്ട് നമുക്ക് എന്തറിയാം? എല്ലാവർക്കും വേണ്ടിയല്ല, ലിമിറ്റഡ് ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ദൈവം മരിച്ചതെന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഗ്രേസ് ഒക്കെ പിന്നെ ഒരുപാട് കാലത്തിന് ശേഷം ഉണ്ടാകുന്ന, ഇതിനെ ബേസ് ചെയ്തുണ്ടാകുന്നതാണ്. അപ്പം നമ്മൾ ഇവഞ്ച്വലി നമുക്ക് എവിടെ വരേണ്ടി വരും? ഇതിനെ തള്ളിയാൽ നമ്മൾ എവിടേക്ക് വരേണ്ടി വരും? ലിമിറ്റഡിലേക്ക് വരേണ്ടി വരും. എനിക്കറിയാം ഇത് ഒരു പക്ഷേ ഷോക്കിംഗ് ആയിരിക്കാം അല്ലേ? പക്ഷേ കണ്ടീഷണൽ തള്ളി അൺകണ്ടീഷണൽ എടുക്കുന്നത് പോലെ ഇല്ല, ലിമിറ്റഡില് ഓക്കെ. വെയിറ്റ്. ഇപ്പം റിജു പറഞ്ഞതെല്ലാം ഓക്കെ. ഇനി ഞാൻ ഇതിനെ സാധൂകരിച്ചിട്ട് ഞാൻ ഇതിലോട്ട് വരാമേ. ഓക്കെ, ഞാൻ ഇതിനെ പറഞ്ഞിട്ട് ഈ ലിമിറ്റഡ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, യൂണിവേഴ്സിൽ തള്ളിയാൽ നമുക്ക് പിന്നെന്താ ഉള്ളത്? ലിമിറ്റഡാ ഉള്ളത്. ഈ ലിമിറ്റഡ് അറ്റോൺമെൻറ്റുകാർ പറയുന്നത് എന്താണെന്നറിയാമോ? ലിമിറ്റഡ് അറ്റോൺമെൻറ്റുകാർ പറയുന്നത് എന്താണ്? കർത്താവിൻ്റെ ക്രൂശ് വാസ് സഫിഷ്യൻ ഫോർ ഓൾ. മനസ്സിലായോ? കർത്താവിൻ്റെ ക്രൂശ് എന്താണ്? സഫിഷ്യൻ ഫോർ ഓൾ. പക്ഷേ
എഫക്റ്റീവ് ഫോർ ദ എലക്റ്റഡ്. മനസ്സിലായോ നിങ്ങൾക്ക്? ക്രൂശിൽ കർത്താവിന് മുഴുവൻ മനുഷ്യൻ്റെ പാപം വഹിക്കാനുള്ള കഴിവില്ലാഞ്ഞിട്ടല്ല, ഇറ്റ് വാസ് സഫിഷ്യൻ്റ് എനഫ്. പക്ഷേ അത് എഫിഷ്യൻ്റായിട്ടുള്ളത് ആർക്ക് മാത്രമാണ്? അത് എഫക്റ്റീവായിട്ടുള്ളത് എലക്റ്റിന് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ഇതാണ് എന്തു പറയുന്നത്, ലിമിറ്റഡ് ആൾക്കാർ പറയുന്നത് എന്തായിരുന്നു? ഒന്ന് സഫിഷ്യൻ്റ് ആയിരുന്നു, എന്ത്? ഫോർ ഓൾ. എല്ലാവർക്കും ഇത് സഫിഷ്യൻ്റ് ആയിരുന്നു, ഉൾക്കൊള്ളാമായിരുന്നു. പക്ഷേ ഒൺലി എഫക്റ്റീവ് ഫോർ എന്താണ്? ഫോർ എലക്റ്റ്. ഇതൊക്കെ ചുമ്മാ എഴുതുന്നേ ഉള്ളൂ, വായിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. അപ്പം നോക്കി, കാശ് കൊടുത്ത് ബോർഡ് വാങ്ങിച്ചില്ലേ? മുതലാവട്ടെ. എങ്ങനെ? ലിമിറ്റഡ് ആണ്. ഇറ്റ് ഈസ് സെയിം ആണ്. ഇത് തന്നെയാണ്. മനസ്സിലായി? നമ്മൾ പറയുന്നത് അത് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അങ്ങനല്ല. ഒള്ളി ലിമിറ്റഡിന് ഇത് എഫക്റ്റീവ് ആയിരുന്നു. അതാ എലക്റ്റ് എന്ന് പറയുന്നത്. എലക്റ്റിന് ഇത് എഫക്റ്റീവ് ആയിരുന്നു, അപ്പോഴത് ലിമിറ്റഡ് ആയല്ലോ, എല്ലാവർക്കും വേണ്ടിയിട്ടല്ല എന്നുള്ള ഇതിൽ. ഇത് സഫിഷ്യൻ്റ് ആയിരുന്നു. ക്രൂശിൽ ദൈവം മരിച്ചപ്പം എല്ലാ മനുഷ്യനെയും വഹിക്കാൻ സഫിഷ്യൻ്റ് അല്ലാത്തത് കൊണ്ടല്ല എന്ത് ചെയ്തത്, കുറേ പേരെ മാത്രം ദൈവം വഹിച്ചത്. സഫിഷ്യൻ്റ് ആയിരുന്നു, പക്ഷേ ദൈവം അത് ചെയ്തില്ല. ദൈവം എന്താ ചെയ്തത്? ലിമിറ്റഡ് അറ്റോൺമെൻ്റ് ആണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് എഫക്റ്റീവായിട്ട് വന്നത് ആർക്കാണ്? എലക്റ്റിനാണ്. അത് എങ്ങനെ എലക്റ്റ് ആയവർക്ക്? അൺകണ്ടീഷണലായിട്ട് എലക്റ്റ് ആയവർക്കാണ് എന്ത് വന്നത്? അറ്റോൺമെൻറ്റ് വന്നത്. എനിക്കറിയാം നമ്മുടെ എല്ലാം മനസ്സിൽ കടന്നത് ഇതാണ്, യൂണിവേഴ്സൽ ആണെന്നറിയാം. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ചാടുവാണ്. ഓക്കെ, അപ്പം ഇത് വെറുതെ ഞാൻ പറഞ്ഞ ചാടിയാൽ പോരാ, നമുക്ക് ബിബ്ലിക്കലി അത് മനസ്സിലാക്കാം. സ്വാഭാവികമായിട്ട് റിജു പറഞ്ഞ പോലെ യൂണിവേഴ്സലിന് സാധൂകരിക്കാൻ എന്തുണ്ട്? വാക്യങ്ങളുണ്ട്. നമ്മൾ ആ വാക്യം എല്ലാം എടുത്ത് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ലിമിറ്റഡിനെ മനസ്സിലാക്കിയിട്ട് യൂണിവേഴ്സലിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, മാത്യു 1:21 വായിച്ചേ. അതുകൊണ്ടാ എഴുതി. ഇത് ഇത്ര വാക്യമല്ലേ ഓർത്തിരിക്കാൻ വലിയ പാടാ. മാത്യു 1:21. നോക്കിക്കേ, മതി. നോക്കിക്കേ, എവിടുന്ന് തുടങ്ങുക? യേശു കർത്താവ് അറ്റോൺമെൻറ്റ്, പാപപരിഹാരത്തിന് വേണ്ടി വരുമ്പം ആദ്യത്തെ മെസ്സേജാണ് എന്ത്? നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് എന്താണ്? ആദ്യത്തെ മെസ്സേജാണ്. ദൂതം വന്നിട്ട് എന്ത് ചെയ്യുക? പറയുകയാണ്. ആദ്യത്തെ മെസ്സേജ് പറയുക, ഹാപ്പി ന്യൂസ് ഉണ്ട്, എന്ത് ചെയ്യാൻ പോവാ? നിങ്ങളുടെ പാവപരിഹാരം സംഭവിക്കാൻ പോവാണെന്ന് പറയുക. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നേ? അവൻ ആരുടെ ജനത്തെ? അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കും. എങ്ങനെയാ പറയാതിരുന്നേ? എങ്ങനെയായിരുന്നു പറയണ്ടേ? അവൻ മുഴുവൻ ലോകത്തെയും അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ വരുന്നു എന്നാണോ പറഞ്ഞത്? അങ്ങനെയാണോ പറഞ്ഞത്? അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് എന്ത് ചെയ്യും? രക്ഷിപ്പാൻ വേണ്ടിയിട്ടാണ് ആര് വരുന്നത്? സാക്ഷാൽ മശിഹ ഭൂമിയിൽ ജനിക്കുന്നത്. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന്, ആ വാക്ക് ശ്രദ്ധിക്കണം, അവൻ മുഴുവൻ ലോകത്തെയും പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നതെന്നല്ല ദൂതം വന്നിട്ട് സാക്ഷാൽ അറ്റോൺമെൻറ്റിന് ഇറങ്ങി വന്ന കർത്താവിനെ പറ്റി പറയുന്നത് എന്താണ്? അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനാണ്. യോഹന്നാൻ 10:11 വായിച്ചേച്ചി. നമ്മൾ അതിലോട്ടെല്ലാം വരും. ഞാൻ ആരാണ്? നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടിയിട്ട് തൻ്റെ ഇടയൻ ആർക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? തൻ്റെ ആടുകൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ജീവനെ കൊടുക്കുന്നത്. കർത്താവ് പറഞ്ഞില്ല ഞാൻ വന്നിട്ട് സകല ലോകത്തിൻ്റെ വേണ്ടിയിട്ടല്ല ഞാൻ വരുന്നതെന്ന്. കർത്താവ് എങ്ങും എന്ത് ചെയ്തില്ല, കർത്താവ് പറഞ്ഞിട്ടില്ല. എനിക്കറിയാം ദിസ് സൗണ്ട് ഷോക്കിംഗ്, പക്ഷെ നമ്മൾ ഇതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇതാണ് കർത്താവ് സാക്ഷാൽ എന്ത് ചെയ്തിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. കർത്താവ് പറയുക, ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ ആടുകൾ എന്ത് ചെയ്യും? എൻ്റെ ശബ്ദം കേട്ടിട്ട് എന്ത് ചെയ്യും? മനസ്സിലാകും. ബാക്കിയുള്ളവരുടെ കാര്യം കർത്താവ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണ്ട, പോകേണ്ട ആവശ്യമില്ല. കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഞാൻ വന്ന് എൻ്റെ ആടുകൾക്ക് വേണ്ടിയിട്ടാണ്. യോഹന്നാൻ 10:14 വായിച്ചേച്ചി. 14-15. നോക്കിക്കേ, ഞാൻ ആരെ അറിയുന്നു? എനിക്കുള്ളവയെ ഞാൻ അറിയുന്നു, എനിക്കുള്ളവർ എന്ത് ചെയ്യുന്നു?
എന്നെയും അറിയുന്നു. ഈ ആടുകൾക്ക് വേണ്ടിയിട്ടാണ് മേളി പറഞ്ഞ എന്ത്? നല്ല ഇടയൻ ജീവനെ കൊടുക്കുന്നത്. അപ്പം നല്ല ഇടയൻ വന്നിട്ട് ജീവനെ തന്നെ ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? എന്നെ അറിയാവുന്ന, എനിക്കറിയാവുന്ന ആടിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നതെന്ന് ആര് പറയുക? ഇതാരാ പറയുന്നേ? സാക്ഷാൽ അറ്റോൺമെൻറ്റിന് ഇറങ്ങി വന്ന കർത്താവ് പറയുക, ഞാൻ നല്ല ഇടയനാണെന്നും ഞാൻ ജീവനെ കൊടുക്കുമെന്നും എന്നെ അറിയുന്ന, എനിക്കറിയുന്നവർക്കേ ഞാൻ കൊടുക്കുന്നുള്ളൂ എന്നും കർത്താവ് പറയുമ്പോൾ ഇത് പറയാൻ എനിക്ക് എങ്ങനെ പറ്റുന്നേ? അപ്പം നോക്കി അടുത്ത വാക്യം വായിച്ച്, യോഹന്നാൻ 10:26 വായിച്ച്. നോക്കിക്കേ, എഗെയിൻ ഇത് ശരിക്കും വായിക്കേണ്ടത് കണ്ടീഷണൽ ഇലക്ഷൻ പറഞ്ഞപ്പോഴായിരുന്നു. എന്തുകൊണ്ടാണ് അവർ വിശ്വസിക്കാത്തത്? നിങ്ങൾ എൻ്റെ ആടുകളുടെ കൂട്ടത്തിൽ അല്ലാത്തത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല. ആരാണ് ആടുകളെ ചൂസ് ചെയ്തത്? ഇടയനാണ്. ഇടയൻ ആളുകളെ ചൂസ് ചെയ്ത്, അപ്പുറത്തെ ആടുകളെ ഇടയൻ ചൂസ് ചെയ്തില്ല, ഇവരെ ഇടയൻ ചൂസ് ചെയ്തു. ഇവർ വിശ്വസിക്കുന്നു, അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ബിക്കോസ് യു ആർ നോട്ട് എ പാർട്ട് ഓഫ് എന്ത്? ഇടയൻ്റെ ആടുകളല്ല. അതുകൊണ്ട് തന്നെ ആസ് ലോങ് ആസ് ഇടയൻ്റെ ആടുകൾക്ക് വേണ്ടിയിട്ടാണ് ഇടയൻ എന്ത് ചെയ്യുന്നത്? ജീവനെ കൊടുക്കുന്നത്. ഇതാരാ പറഞ്ഞത്? സാക്ഷാൽ ഇടയൻ വന്നിട്ട് പറയുകയാണ്. എഫെസ്യ ലേഖനം 5:25-27 വരെ വായിച്ച്. സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കും. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ, ചുളുക്കം മുതലായവ ഒന്നുമില്ല. നോക്കി, ഇത് സിമ്പിളായിട്ട് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. യേശു കർത്താവ് സഭയെ സ്നേഹിക്കുന്നതിനെ പറ്റിയിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അപ്പം നോക്കിയേ, ഭർത്താക്കന്മാരോട് പറയുക, നിങ്ങൾ എങ്ങനെ സ്നേഹിക്കണം ഭാര്യമാരെ? ക്രിസ്തു സഭയെ സ്നേഹിച്ച പോലെ ഭാര്യമാരെ സ്നേഹിക്കണം എന്ന് പറയുക. എന്നിട്ട് പറയുക, അവൻ അവളെ ആരെയാ വെടിപ്പാക്കിയത്? ഭാര്യയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെയാണ് കർത്താവ് എന്ത് ചെയ്തത്? വചനത്തോടു കൂടി വെടിപ്പാക്കി വിശുദ്ധീകരിച്ച് അവരെ തിരഞ്ഞെടുത്തത് എങ്ങനെയാണ്? അല്ല, കറ ചുളുക്കം ഒക്കെ മാറ്റിയിട്ട് അവരെ എടുത്തത് ആരെയാണ്? സഭയാണ്. മൊത്തം ലോകത്തിനും വേണ്ടിയിട്ടാണെന്നല്ല ഇവിടെ പറയുന്നേ. മനസ്സിലായോ? ആരെയാണ്? സഭയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? തിരഞ്ഞെടുത്തിരിക്കുന്നത്. കറ, വെടിപ്പ് എല്ലാം കളഞ്ഞ പ്രോസസ്സിൽ ആരെ ഉള്ളായിരുന്നു? സഭയുള്ളായിരുന്നു. ദ എൻ്റയർ വേൾഡിന് വേണ്ടിയിട്ടാണെന്ന് എങ്ങും ബൈബിൾ എങ്ങും പഠിപ്പിക്കുന്നില്ല. മുഴുവൻ ലോകത്തിനും വേണ്ടിയിട്ടാണ് കർത്താവ് ക്രൂശിൽ മരിച്ചതെന്ന്. അപ്പോൾ ആ സൗണ്ട്സിലേക്ക്, വാക്യങ്ങളിലേക്ക് നമ്മൾ വരും. ആരും ടെൻഷൻ അടിക്കേണ്ട. ആദ്യം ഇത് നമുക്ക് എലക്റ്റിനെ പറ്റിയിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട് അങ്ങനെ. ഓക്കെ, അടുത്ത ഇതൊരു ഇമ്പോർട്ടൻ്റ് വാക്യമാണ്. യോഹന്നാൻ 17:9. ഞാൻ ഇത് ഇമ്പോർട്ടൻ്റ് വാക്യമാണെന്ന് പറയാൻ കാരണം ഇതെന്താണ്? യേശു കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണ്. മഹാപുരോഹിത പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അറ്റോൺമെൻറ്റിന് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള പാസേജ് ഇവിടെ. കാരണം സാക്ഷാൽ കർത്താവ് മഹാപുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി പോവാം. അപ്പം മഹാപുരോഹിതം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഇത് ഇപ്പം നമ്മൾ വായിക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലായില്ലേ? മഹാപാപപരിഹാര ദിവസം ഇസ്രയേലിൽ ആരൊക്കെ വന്നിട്ടുണ്ടോ അവരുടെ എല്ലാം പാപത്തെ വഹിച്ചുകൊണ്ടാണ് മകില് ഇതുമായിട്ട് രക്തം കൊണ്ട് ആര് പോന്നേ? മഹാപുരോഹിതം പോന്നേ. യേശു കർത്താവ് ആ ശുശ്രൂഷ ചെയ്യാൻ പോവാം. അപ്പം ലാസ്റ്റായിട്ട് മഹാപുരോഹിതൻ്റെ പ്രാർത്ഥനയായത്. അതിൽ ആ മഹാപുരോഹിതൻ്റെ വാക്കുകളിലുണ്ട് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ യാഗം കഴിക്കാൻ പോകുന്നതെന്ന് എഴുതിയേക്കുക. വായിച്ച മഹാപുരോഹിതന്റെ വാക്ക്. നോക്കിക്കേ, സാക്ഷാൽ യേശു കർത്താവ് അറ്റോൺമെന്റിന്റെ ക്രൂസിലേക്ക് പോയപ്പോൾ യേശു കർത്താവ് സ്വന്തം വായും കൊണ്ട് പറഞ്ഞിട്ട് പോവുക. ഇതെന്തിനാ പറയുന്നതെന്ന് മനസ്സിലായില്ല. എന്തിനാ പറയുന്നേ? യേശു കർത്താവിന് സനോയി കൂടെ മരിച്ചപ്പം സനോയെ ഉയർപ്പിക്കണമെങ്കിൽ ആദ്യം ആരുയർക്കണം? യേശു കർത്താവ് ഉയർക്കണം. അപ്പോൾ യേശു കർത്താവ് ഉയർക്കണമെങ്കിൽ ആരുയർപ്പിക്കണം? പിതാവ് ഉയർപ്പിക്കണം. അപ്പോൾ പിതാവിനോട് പിതാവ് ഉയർപ്പിക്കണമെങ്കിൽ എങ്ങനെയാണ്? യാഗത്തിൽ പ്രസാദമായെങ്കിലേ എന്ത് ചെയ്യത്തുള്ളൂ? ഉയർപ്പിക്കത്തുള്ളൂ. അപ്പോൾ യേശു കർത്താവ് അവിടെ ഇരുന്ന് കരഞ്ഞത് ആർക്ക് വേണ്ടിയിട്ടാണ്? മഹാപുരോഹിത പ്രാർത്ഥനയിൽ യേശു കരഞ്ഞത് ആർക്ക് വേണ്ടിയിട്ടാണ്? യേശുവിന് വേണം സ്വന്തമായിട്ട് ഉയർത്തെണ്ണീറ്റ് പാം. പക്ഷെ അങ്ങനാണെങ്കിൽ കൂടെ മരിച്ച സനോയെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ബിക്കോസ് യാഗം സക്സസ്ഫുൾ ആയില്ല. അപ്പോൾ യേശു കരഞ്ഞതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? യേശു എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ എന്നല്ല യേശു കരഞ്ഞത്. യേശു കരഞ്ഞത് ആർക്ക് വേണ്ടിയിട്ടാണ്?
എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ട് യേശു കരയുന്നത് അല്ലേ? അപ്പം നോക്കി, നമ്മളിപ്പോൾ വായിച്ച വാക്യത്തിൽ മഹാപുരോഹിത ക്രൂശിലേക്ക് കയറുന്നതിന് മുമ്പ് പറയുക, പിതാവേ ഞാൻ പ്രാർത്ഥിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ലോകത്തിന് വേണ്ടിയിട്ടല്ലെന്നും നീ എനിക്ക് തന്നവർക്ക് വേണ്ടിയിട്ടാണെന്നും യേശു കർത്താവ് പറയുമ്പം എനിക്കെങ്ങനെ പറയാൻ പറ്റും യൂണിവേഴ്സലാണ് അറ്റോൺമെൻ്റ് എന്ന് എനിക്കെങ്ങനെ പറയാൻ പറ്റും? അറ്റോൺമെൻറ്റ് ചെയ്ത മഹാപുരോഹിതം പറയുക ഞാൻ അവർക്ക് വേണ്ടിയിട്ടല്ല യാഗം കഴിച്ചത്, ഞാൻ ഇവർക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ഹൗ ക്യാൻ ഐ സേ ഇതാണ് കറക്റ്റ് എന്ന് എനിക്കെങ്ങനെ പറയാൻ പറ്റും? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി എല്ലാ വാക്യങ്ങളെക്കാട്ടിലും ഈ വാക്യത്തിന് ഞാൻ കൂടുതൽ കൊടുക്കും. കാര്യം എന്താ? സാക്ഷാൽ യേശു കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥന. മഹാപുരോഹിതം ഈസ് ഓൾ അബൌട്ട് അറ്റോൺമെൻറ്റ്. മഹാപുരോഹിത പ്രാർത്ഥനയിൽ പറഞ്ഞതാ. അപ്പോസ്തല പ്രവൃത്തി 20-27. ഇനി നമുക്ക് പെട്ടെന്ന് വായിച്ചു, കാരണം ഐ ഗസ് കൺവിൻസിങ് എനഫ് ആണല്ലോ ഇപ്പം. 20-28. നോക്കി, സ്വന്തം രക്തത്താൽ ആരെയാ സമ്പാദിച്ചത്? ദൈവത്തിൻ്റെ സഭയെ. മുഴുവൻ ലോകത്തെയും കർത്താവ് സ്വന്തം രക്തം കൊണ്ട് നേടിയെന്നല്ല പറയുന്നേ, സ്വന്തം രക്തം കൊണ്ട് സമ്പാദിച്ചത് ആരെയാണ്? സഭയെയാണ്. ദ എലക്റ്റഡ് വൺസിനെയാണ് എന്ത് ചെയ്തത്? ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് എന്ത് ചെയ്തത്? നേടിയതെന്ന് പറയുന്നു. യെശയ്യാ പ്രവചനം 53:11-12 വായിച്ചേ. തന്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. നീതിമാനായ എന്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. നോക്കിക്കേ, ഇത് എവിടെ പറയുന്ന ഇത്? യെശയ്യാ പ്രവചനത്തില് യേശു കർത്താവ് ജനിക്കുന്നതിനും ഏതാണ്ട് 500-600 കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പറയുകയാണ്, സകല ലോകത്തിൻ്റെ പാപത്തെ അതിക്രമങ്ങളെ അവൻ വഹിക്കുമെന്നാണോ പറഞ്ഞേ? അവൻ തൻ്റെ ജനത്തെ എന്തു ചെയ്യും? നേടുമെന്നും അവരുടെ അതിക്രമങ്ങളെ എന്തു ചെയ്യും? ഇത് യേശു കർത്താവ് ജനിക്കുന്നതിന് 600-500 കൊല്ലം മുമ്പ് എഴുതി വെച്ചിരിക്കുന്ന പ്രവാചകൻ പറയുക, മുഴുവൻ ലോകത്തിൻ്റെയും അതിക്രമങ്ങളെ അവൻ വഹിക്കുമെന്നല്ല പ്രവാചകൻ പോലും പറഞ്ഞിരിക്കുന്നത്. പ്രവാചകൻ പറയുക അവരുടെ അതിക്രമങ്ങളെ എന്തു ചെയ്യും? അവൻ വഹിക്കുമെന്ന് പറയുന്നു. എബ്രായ ലേഖനം 10:14-15. ഇനി പെട്ടെന്ന് വായിച്ചു നമുക്ക്, കാരണം ഒത്തിരി വാക്യങ്ങളുണ്ട് കേട്ടോ, ഒത്തിരി വാക്യങ്ങൾ. എബ്രായ ലേഖനം 10:14-15. ആർക്കാ കൊടുത്തത്? ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവർക്കാണ് സദാകാലത്തേക്കും എന്ത് ചെയ്തേ? സൽഗുണപൂർത്തി പ്രവർത്തിക്കുന്നത്. അപ്പം മുഴുവൻ ലോകത്തിനും വേണ്ടിയിട്ടാണെങ്കിൽ ബൈബിളിൻ്റെ സ്റ്റാൻഡേർഡിലെ സൽഗുണ പ്രവൃത്തി നേടാതെ ഒരാൾ മരിച്ചാൽ അയാൾക്ക് വേണ്ടിയിട്ടല്ലെന്ന് ഉറപ്പല്ലേ? അപ്പോൾ പിന്നെ നമുക്ക് ഒരിക്കലും ഇത് യൂണിവേഴ്സലാണെന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയാൻ പറ്റത്തില്ല. ഓക്കെ, മാർക്ക് 10:45, മർക്കോസ് 10:45. ഇതെല്ലാം ഞാൻ വായിക്കുന്നത് യു ഷുഡ് ബി ലൈക്ക് 100% കൺവിൻസ്ഡ് ബിബ്ലിക്കലി. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നു. നോക്കിക്കേ, മനുഷ്യപുത്രൻ വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മുഴുവൻ ലോകത്തിനും വേണ്ടിയിട്ടല്ല. അത് മലയാളത്തിൽ അനേകർക്കെന്നുള്ള വാക്ക് ഒരു ഇച്ചിരി കൺഫ്യൂസിങ് ആയിരിക്കും. ഇംഗ്ലീഷിൽ അതിനെ ലിമിറ്റഡ്, ഒരു മെനി എന്നുള്ള അർത്ഥത്തിൽ എഴുതിയിരിക്കുന്നത്, നോട്ട് ഫോർ ഓൾ. അവിടെ എഴുതേണ്ടത് എങ്ങനെയായിരുന്നു? മനുഷ്യപുത്രൻ വന്നത് സകല ലോകത്തിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യാനല്ല, അല്ല, പക്ഷേ അനേകർക്ക് വേണ്ടിയിട്ടാണ്. അതിൽ നിന്ന് അനേകരെ തിരഞ്ഞെടുത്തു, ആ അനേകർക്ക് വേണ്ടിയിട്ടാണല്ലേ. ഇതെല്ലാം പോയിന്റ് ഡൗൺ ചെയ്യുന്ന എന്താണ്? ഒരു സെലക്റ്റഡ്, ഒരു ലിമിറ്റഡ് ആളുകളിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഇതെല്ലാം പോയിന്റ് ഡൗൺ ചെയ്യുന്നത്. ഗലാത്യ ലേഖനം 3:13 വായിച്ചേ. ഫോൺ ഉള്ളവർക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റത്തില്ലേ? ഗലാത്യ ലേഖനം 3:13. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ നോക്കി, ആരെ വിലയ്ക്ക് വാങ്ങിക്കാൻ? ഇതാർക്കാ എഴുതുന്നത്? ഗലാത്യ ലേഖനം എഴുതുന്ന ആർക്കാ? ഗലേഷ്യയിലുള്ള ചർച്ചിനെ എഴുതുന്നേ. ആ സഭയോട് പറയുക, മുഴുവൻ ലോകത്തെയും വിലയ്ക്ക് വാങ്ങാനല്ല ക്രിസ്തു മരത്തിൽ തൂങ്ങി ശപിക്കപ്പെട്ടവനായിട്ട് തൂങ്ങിയത്. ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മെ വിലയ്ക്ക് വാങ്ങാനാണ് കർത്താവ് എന്ത് ചെയ്തത്? യാഗമായെന്ന് പറയുക. റോമൻസ് 8:32-30. അത് വേണ്ട, അത് വിട്ടേക്കാം, നമ്മൾ അവിടെ വരുമല്ലോ. റെവലേഷൻ 5:9 വായിച്ചിട്ട് നമുക്ക് നിർത്താം. റെവലേഷൻ 5:9. അപ്പം നോക്കിയാൽ നമ്മൾ പഴയ നിയമത്തിൽ കൂടെ കയറി ഇറങ്ങി വെളിപ്പാടി വന്നിരിക്കുമല്ലോ.
അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ട് നിന്റെ രക്തം കൊണ്ട് ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ നോക്കി അവിടെ എന്താ പറയുന്നത്? നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ലോകത്തെയും നീ വിലയ്ക്ക് വാങ്ങി എന്നല്ലേ പറയേണ്ടത് യൂണിവേഴ്സലിസ്റ്റ് ആണെങ്കിൽ. പക്ഷെ പറയുകയാണ് നീ അറുക്കപ്പെട്ടത് കൊണ്ട് സകല ലോക സർവ്വഭൂമിയിലും ഭാഷയിലും വംശത്തിലും ജാതികളിൽ നിന്നും ഉള്ളവരെ നീ എന്ത് ചെയ്തു? നീ അറുക്കപ്പെട്ടത് കൊണ്ട് എന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങി. എന്തിനാണ് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇതിനും മറ്റേതിനും ഉള്ളവരെ എന്ന് പറയുന്നതിന് പകരം സർവ്വലോകത്തിനുമേ ഉള്ളവരെ നീ അങ്ങ് വിലയ്ക്ക് വാങ്ങിയെന്ന് എന്താ പറയാത്തത്? സ്പെസിഫിക് ആയിട്ട് പറയുക, നിന്റെ രക്തം കൊണ്ട് നീ വിലയ്ക്ക് വാങ്ങിയത് ഇതിലൊക്കെ ഉള്ള ചിലരെ നീ എന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങിയെന്ന് പറയുകയാണ്. അപ്പം നോക്കി എഗെയിൻ ഇതെല്ലാം പറയുന്നത് എന്താണ്? ലിമിറ്റഡ് അറ്റോൺമെൻറ്റിനെയാണ് കാണിച്ചു തരുന്നത്. യൂണിവേഴ്സൽ ഉള്ള പ്രോബ്ലം ഒരുവൻ യേശു കർത്താവിനെ ഒരിക്കലും അംഗീകരിക്കാതെ യേശു കർത്താവിൻ്റെ രക്ഷയെ തള്ളിപ്പറഞ്ഞ ഒരാൾ മരിച്ചാൽ അവനെയും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഇവിടെ അവനും മരിച്ചെങ്കിൽ കർത്താവ് നീതീകരിച്ചതിനെ ആർ കുറ്റം വിധിക്കും? അപ്പം ടെക്നിക്കലി അവൻ്റെ നീതീകരണം ഇവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അവൻ ഇവിടെ ഇല്ലായിരുന്നു. ഒരാൾ അങ്ങനെ പോയാൽ അവൻ ഇവിടെ ഇല്ലായിരുന്നു. ക്രൂശിൽ കർത്താവിൻ്റെ കൂടെ ഇല്ലായിരുന്നു. സിമ്പിൾ ആസ് ദാറ്റ്. അപ്പോൾ തന്നെ അതെന്താ പറയുന്നത്? ഇതെന്താണ്? ലിമിറ്റഡ് ആണെന്നാണ് പറയുന്നത്. അപ്പം ഇത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ഇനി റിജു പറഞ്ഞതിലോട്ട് വരാം. ഇത്രയുമാണെങ്കിൽ ഇനി യൂണിവേഴ്സലിസ്റ്റ് പറയുന്ന ഒരുപാട് വാക്യങ്ങളുണ്ട് ബൈബിളിൽ നിന്നല്ലേ. ഇത് തന്നെയാണ് ഇവർ മറ്റേ കണ്ടീഷണൽ ഇലക്ഷനെ ബേസ് ചെയ്തിട്ട് ഇവർ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പം നമ്മൾ ഇനിയും ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണോ? അറ്റോൺമെൻറ്റ് ലിമിറ്റഡ് എന്നുള്ള ആസ്പെക്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണേ? ഓക്കെ. അപ്പോൾ ഇനി യൂണിവേഴ്സൽ ആണെന്ന് തോന്നിക്കുന്ന ബൈബിളിലെ വാക്യങ്ങളുണ്ടല്ലോ, അതെന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിന് മുമ്പ് ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. ഓക്കെ.